കേരള സാങ്കേതിക സർവകലാശാലയിലെ ഇയർ ബാഗ് സിസ്റ്റം താൽക്കാലികമായി ഒഴിവാക്കി. 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ഇയർ ബാഗാണ് ഒഴിവാക്കിയത്. ഇന്ന് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. ഇയർ ബാഗ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രി റോജി എം ജോണിനെ കണ്ടിരുന്നു. സുനുഷ അയലൂരുണ്ട്. സുനുഷ അയലൂർ, നമ്മുടെ കമന്റ് ബോക്സിലടക്കം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഇയർ ബാഗിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വലിയ വിദ്യാർത്ഥി പ്രതിഷേധത്തെയും സമ്മർദ്ദത്തെയും തുടർന്നാണോ ഇപ്പോൾ ഇയർ ബാഗ് പിൻവലിക്കാൻ തീരുമാനമായത്? അരുൺ, അതെ, KT സർവകലാശാലയിലെ ഇയർ ബാഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതിലൊരു തീരുമാനമാകുന്നു, അല്ലെങ്കിൽ ഇയർ ബാഗ് സംവിധാനം അത് പിൻവലിക്കാൻ ഒരു തീരുമാനമാകുന്നു എന്നുള്ളതാണ്. അതായത് S5 ബാച്ചിലെ 2024 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഇയർ ബാഗ് സംവിധാനമാണ് താൽക്കാലികമായി പിൻവലിച്ചതായി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ SFIയുടെ അടക്കം വലിയ സമരങ്ങൾ കണ്ടതാണ്. പിന്നാലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണുമായി ഒരു ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിലാണ് പുതിയ സിൻഡിക്കേറ്റിനോട് കൃത്യമായ ഒരു തീരുമാനം എടുക്കണം, ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരു കാര്യം മന്ത്രി തന്നെ അറിയിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ 2024 ബാച്ചിലെ ഇയർ ബാഗ് സംവിധാനം അത് താൽക്കാലികമായി നിർത്തുന്നു എന്നുള്ളതാണ്, പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ബോർഡ് ഓഫ് ഗവേണൻസിന്റെ തീരുമാനമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ SFI അവരുടെ നിരന്തര സമരത്തിന്റെ ഫലമാണ് ഇത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇയർ ബാഗ് സംവിധാനം അത് പൂർണ്ണമായും പരിഹരിക്കുന്നതുവരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് കൂടി അറിയിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും 2024 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമാകുന്ന കാര്യമാണ് എന്നുള്ളതാണ് പല ആവർത്തി നമ്മളുടെ കമന്റ് ബോക്സിൽ വന്നതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ നമ്മളെ തന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം. സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം കാണുന്നു എന്നത് കൂടിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. അരുൺ, താങ്ക് യു. സുനുഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്.